ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാഗ്യസ്മരണാർഹനായ ഔഗ്യന്മാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ 18ാമത് ഓർമ്മപ്പെരുന്നാൾ വാകത്താനം വള്ളിക്കാട്ട് ദേറായിൽ മെയ് 25 മുതൽ ജൂൺ 6 വരെ പരിശുദ്ധ സഭ ഭക്തിപുരസ്സരം ആചരിച്ചു. ജൂൺ 1-ാം തീയതി ഞായറാഴ്ച പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ വിശുദ്ധ കുർബാനയ്ക്കും കബറിങ്കിലെ ധൂപാർപ്പണത്തിനും ശേഷം ഓർമ്മപ്പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിച്ചു. ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ ക്ലാസ്, വിദ്യാരംഭ ഒരുക്കധ്യാനം, ധ്യാനയോഗങ്ങൾ, ഭക്തിനിർഭരമായ റാസ, ശ്ലൈഹിക വാഴ്വ്, കബറിങ്കൽ ധൂപാർപ്പണം, നേർച്ച എന്നിവ നടത്തപ്പെട്ടു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. അമ്മയും മകളും തമ്മിലുള്ള ബന്ധം പോലെ ഊഷ്മളമാണ് തൊഴിയൂർ സഭയും മലങ്കര സഭയും തമ്മിലുള്ള ബന്ധം. ഭാഗ്യസ്മരണാർഹനായ കാട്ടുമങ്ങാട്ട് ഗീവർഗീസ് മാർ കൂറിലോസ് ഇളയബാവായുടെ 216-ാം ഓർമ്മപ്പെരുന്നാളിന് തൊഴിയൂർ സഭാസ്ഥാനമായ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവകപ്പള്ളിയിൽ നടന്ന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി സംബന്ധിച്ചു. തൊഴിയൂർ സഭയുടെ അധ്യക്ഷൻ അഭിവന്യ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അമ്മയും മകളും തമ്മിലുള്ള ബന്ധം പോലെ ഊഷ്മളമാണ് തൊഴിയൂർ സഭയും മലങ്കര സഭയും തമ്മിലുള്ള ബന്ധമെന്ന് അഭിവന്യ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷ പദവിയിൽ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന അഭിവന്യ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തായ്ക്ക് മലങ്കര സഭയുടെ ഉപഹാരമായി അഭിവന്യ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി കുരിശുമാല സമ്മാനിക്കുകയും പൊന്നാടയണിയിച്ച് ആദരിക്കുകയും ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഔദ്യോഗിക സംഗീത വിഭാഗമായ ശ്രുതി സ്കൂൾ ഓഫ് ലിറ്റർജിക്കൽ മ്യൂസിക്കിൻ്റെ നേതൃത്വത്തിൽ ഓൺലൈനായി സുറിയാനി ഭാഷാ പരിശീലനം നൽകുന്നു. A1, A2, B1, B2 എന്ന 4 തലങ്ങളിലാണ് ഈ കോഴ്സ്. ഓരോ ലെവലിൻ്റെയും കാലാവധി 2 മാസമാണ്. പുതിയ ബാച്ചിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. 18 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് ഈ കോഴ്സ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപേക്ഷകൾ ജൂൺ 15-നുള്ളിൽ shruti-musics@gmail.com എന്ന ഇമെയിലിൽ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഭൂമകൾക്കും 9447409452 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. അമേരിക്ക, ഏഷ്യ പസഫിക് മേഖലകളിൽ നിന്നും കൂടുതൽ അപേക്ഷകർ ഉണ്ടെങ്കിൽ പ്രത്യേക ബാച്ചുകൾ ക്രമീകരിക്കുന്നതാണെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ വന്യ അനൂപ് രാജു അച്ഛൻ അറിയിച്ചു. മലങ്കര സഭ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും പ്രാർത്ഥനയിലൂടെ വളരുകയും അതിലൂടെ നന്മ ചെയ്യുകയും ചെയ്യുന്നത് നല്ല മനുഷ്യനായി തീരുന്നതിന് സഹായിക്കുന്നുവെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. അഖില മലങ്കര പ്രാർത്ഥനായോഗത്തിൻ്റെ പരിസ്ഥിതി വാരാചരണത്തിൻ്റെ ഭാഗമായി ജൂൺ 1 മുതൽ 8 വരെ നടക്കുന്ന പരിപാടിയുടെ കേന്ദ്രതല ഉദ്ഘാടനം വിശുദ്ധ മർത്തമറിയം തീർത്ഥാടന കേന്ദ്രമായ അടൂർ കരുവാറ്റ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ച് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഖില മലങ്കര പ്രാർത്ഥനായോഗം പ്രസിഡന്റ് മാത്യൂസ് മാർ തെവദോറോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. ഭൂമി നമുക്ക് അമ്മയാണ്. ശ്വസിക്കുവാൻ പ്രാണവായുവും കുടിക്കുവാൻ വെള്ളവും കഴിക്കുവാൻ ഭക്ഷണവും നൽകുന്ന അമ്മയാണ് പ്രകൃതിയെന്ന് മാത്യൂസ് മാർ തെവദോറോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷ പ്രസംഗത്തിൽ ഉദ്ബോധിപ്പിച്ചു. അഖില മലങ്കര പരിസ്ഥിതി കമ്മീഷൻ, ഇടവകകൾ, പ്രസ്ഥാനങ്ങൾ, ആശ്രമങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മലങ്കര സഭ ഒട്ടാകെ ജൂൺ 5 ശനിയാഴ്ച ലോക പരിസ്ഥിതി ദിനാഘോഷം നടത്തപ്പെട്ടു. പുതുതായി അനേകായിരം വൃക്ഷത്തൈകൾ നടുകയും ഭവനങ്ങളിൽ വിതരണം ചെയ്യുകയും മുൻ വർഷങ്ങളിൽ നട്ടുപിടിപ്പിച്ച മരങ്ങളുടെ പരിപാലനം, സംരക്ഷണം എന്നിവ എല്ലാ മേഖലകളിലും വിലയിരുത്തുകയും വരും കാലങ്ങളിൽ സ്വീകരിക്കേണ്ട നയങ്ങൾ പ്രഖ്യാപിക്കുന്നതുമായിരുന്നു ഓരോ പരിപാടികളും. പരിസ്ഥിതി ദിനാഘോഷത്തിന് പരിശുദ്ധ സഭയുടെ അഭിവന്യ പിതാക്കന്മാർ, അൽമായ പ്രമുഖർ, രാഷ്ട്രീയ സാമുദായിക പ്രമുഖർ, ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. മാതാപിതാക്കൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആകണം. പുതിയ അധ്യയന വർഷത്തിൽ ലഹരിക്കെതിരെ ജാഗ്രത വേണമെന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ.
അക്ഷരമുറ്റത്തേക്ക് പിച്ചവയ്ക്കുന്ന കുരുന്നുകൾക്കും പുതിയ ക്ലാസുകളിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേർന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അധ്യക്ഷനും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പുതിയ അധ്യയന വർഷത്തിലും ലഹരി വിപത്തിനെതിരെ ജാഗ്രത വേണമെന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരായ പോരാട്ടം വീടുകളിൽ നിന്ന് തുടങ്ങണം. കുട്ടികൾ ലഹരിക്കണിയിൽ വീഴരുത്. മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ നല്ല കൂട്ടുകാരാകണം. മറയില്ലാത്ത ആത്മബന്ധത്തിലൂടെ വെല്ലുവിളികളെ നേരിടാൻ കഴിയുമെന്നും നിങ്ങളുടെ തൊഴിലിടങ്ങളിലെ സമ്മർദ്ദങ്ങൾ കുട്ടികളിലേക്ക് പകരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവർക്കായി സമയം മാറ്റിവെക്കുവാൻ കഴിയണം. കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുവാൻ മത്സരിക്കുമ്പോൾ മാതാപിതാക്കളായ നിങ്ങളാണ് അവരുടെ അനിവാര്യ ഘടകം എന്നത് വിസ്മരിക്കരുതെന്നും പരിശുദ്ധ കാതോലിക്ക ബാവ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. BDJS അധ്യക്ഷൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി മലങ്കര ഓർത്തഡോക്സ് സഭാസ്ഥാനമായ ദേവലോകം കാതോലിക്കേറ്റ് അരമന സന്ദർശിച്ചു. സഭാധ്യക്ഷനും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ നടപ്പിലാക്കുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച പുതിയ OP ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിയുടെ പുതിയ കാഷ്വാലിറ്റി യൂണിറ്റിന് എതിർവശത്തായാണ് പുതിയ OP ബ്ലോക്ക് ആരംഭിച്ചിട്ടുള്ളത്. ബ്ലഡ് കളക്ഷൻ സെന്ററും ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റും ഈ പുതിയ ബ്ലോക്കിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി, കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ഗീവറീസ് മാർ യൂലിയോസ് തിരുമേനി എന്നിവർ ചേർന്ന് ഉദ്ഘാടന ചടങ്ങുകൾ നിർവഹിച്ചു. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ അധ്യക്ഷത വഹിച്ചു. ആശുപത്രിയിലെ ഡോക്ടർമാർക്കും വിവിധ സ്റ്റാഫുകൾക്കുമായി നിർമ്മിച്ച ക്വാർട്ടേഴ്സിൻ്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. സാധാരണക്കാർക്ക് പ്രാപ്യമായ വിധത്തിൽ കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സാ സംവിധാനങ്ങൾ മലങ്കര ആശുപത്രിയിൽ നൽകി വരുന്നുണ്ടെന്ന് ആശുപത്രി സെക്രട്ടറി KP സാക്സൺ പറഞ്ഞു. 102 ഡോക്ടർമാർ ഉൾപ്പെടെ 700-ൽ പരം ജീവനക്കാർ മലങ്കര ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. പാമ്പ് വിഷചികിത്സ, കാർഡിയാക്, ന്യൂറോ ഉൾപ്പെടെ 30-ൽ പരം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സേവനവും 24 മണിക്കൂറും മലങ്കരയിൽ ലഭ്യമാണ്. മാമോഗ്രാം ഉൾപ്പെടെ ക്യാൻസർ ചികിത്സയും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. 65 കിടക്കകളും 2 മിനി ഓപ്പറേഷൻ തിയേറ്ററുമായി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കാഷ്വാലിറ്റി യൂണിറ്റും ഈയിടെ പ്രവർത്തനം തുടങ്ങി. തുടർ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പുതിയ OP യൂണിറ്റും ഇന്ന് പ്രവർത്തനം ആരംഭിച്ചത്. വന്യജീവി ആക്രമണം വയനാട്ടിലെ ജനജീവിതത്തെ കാര്യമായി ബാധിക്കുന്നുവെന്നത് ദുഃഖകരമാണെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സുൽത്താൻ ബത്തേരി ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. വന്യജീവി ആക്രമണങ്ങളിൽ വനം വകുപ്പിൻ്റെ നിരുത്തരവാദപരമായ പെരുമാറ്റം വിമർശനാത്മകമാണ്. കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ വേഗം നടക്കുന്നില്ലെന്നത് സർക്കാരിൻ്റെ കഴിവുകേടാണെന്നും മെത്രാപ്പൊലീത്ത വിമർശിച്ചു. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതായും മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ ബർണബാസ് തിരുമേനി പറഞ്ഞു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികന് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിലാണ് അഭിവന്യ പിതാവിൻ്റെ പ്രതികരണം. മലങ്കര സഭയുടെ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിലെ ബ്രോങ്സ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ വികാരിയായി തുടക്കം മുതൽ പ്രവർത്തിച്ച ഫാദർ AK ചെറിയാൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc B.Ed ബിരുദങ്ങൾ, കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് GST, സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BD, ന്യൂയോർക്കിലെ ഫോർഡാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഡ്യൂക്കേഷനിൽ MS M.Ed ബിരുദം എന്നിവ ലഭിച്ചിട്ടുണ്ട്. വന്യ അച്ഛൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. കോയമ്പത്തൂർ തടാകം ക്രിസ്തുശിഷ്യ ആശ്രമ സ്ഥാപക ശില്പിയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സഭാബന്ധുവും ആയിരുന്ന ബിഷപ്പ് പെക്കൻഹാം വാൽഷിൻ്റെ സഹധർമ്മിണി റെഡ്ലി ക്ലാര വാൽഷിൻ്റെ 64ാമത് ഓർമ്മദിനം ജൂൺ 4-5 ദിവസങ്ങളിൽ തടാകം ആശ്രമത്തിൽ ആചരിച്ചു. വിശുദ്ധ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ നന്മയുടെ വെളിച്ചവുമായി ഇന്ത്യൻ മണ്ണിലേക്കും മലങ്കര സഭയിലേക്കും കടന്നുവന്ന തടാകം ക്രിസ്തുശിഷ്യ ആശ്രമത്തിൻ്റെ സ്ഥാപകരാണ് ബിഷപ്പ് പെക്കൻഹാം വാൽഷും അദ്ദേഹത്തിൻ്റെ പത്നി ക്ലാര വാൽഷും.
പരുമല സെമിനാരിയിൽ കബറടങ്ങിയിരിക്കുന്ന ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ യൂയാക്കീം മാർ ഈവാനിയോസ് മെത്രാപ്പോലീത്തായുടെ 100-ാം ഓർമ്മപ്പെരുന്നാളും ചരമശതാബ്ദി ആചരണവും പരുമല സെമിനാരിയിൽ ജൂൺ 5-6 തീയതികളിൽ പരിശുദ്ധ സഭ ഭക്തിപുരസ്സരം ആചരിച്ചു. 1913 ഫെബ്രുവരി 9 ചെങ്ങന്നൂർ പഴയ സുറിയാനിൽ പള്ളിയിൽ വച്ച് അബ്ദുൽ മശിഹ പാത്രിയർക്കീസിന്റെ സാന്നിധ്യത്തിൽ കാതോലിക്കായും മെത്രാന്മാരും കൂടി ഇദ്ദേഹത്തിനും വാകത്താനം ഗീവർഗീസ് റമ്പാനും മേൽപ്പെട്ട സ്ഥാനം നൽകി. യൂയാക്കീം മാർ ഈവാനിയോസ് എന്ന പേരിൽ മെത്രാപ്പോലീത്തയായി പരുമല ആസ്ഥാനമാക്കി തുമ്പമൺ, കണ്ടനാട് എന്നീ ഭദ്രാസനങ്ങളുടെ ഭരണസാരഥ്യം വഹിച്ചു. യെരുശലേമിൽ വെച്ച് 1908 അബ്ദുള്ള പാത്രിയർക്കീസ് റമ്പാൻ സ്ഥാനം നൽകി. അബ്ദുള്ള പാത്രിയർക്കീസ് മലങ്കര സഭയിൽ വന്ന് ലൗകിക അധികാരം കൈയടക്കുവാൻ ശ്രമിച്ചപ്പോൾ വട്ടശ്ശേരിൽ തിരുമേനിയോടൊപ്പം നിന്ന് അതിനെ ശക്തമായി എതിർത്ത പിതാവായിരുന്നു അഭിമന്യ യൂയാക്കീം മാർ ഈവാനിയോസ് മെത്രാപ്പോലീത്ത. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യകാർമ്മികത്വവും അഭിമന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. ബാംഗ്ലൂർ ക്രൈസ്റ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓണേഴ്സിൽ 1-ാം റാങ്ക് ലഭിച്ച കുമാരി എസ്തർ മരിയ കുര്യനും, സെറാംപൂർ സർവകലാശാലയിൽ നിന്നും കൗൺസിലിംഗിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എമംഗ് ദി യൂത്ത്സ് എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ തിരുവനന്തപുരം ഭദ്രാസന സെക്രട്ടറിയും മലപ്പേരൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരിയുമായ ഫാദർ ഗീവർഗീസ് കണിയാന്ത്രയ്ക്കും, പീരിമേഡ് മാർ ബസേലിയോസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ബർസാറായി പരിശുദ്ധ കാതോലിക്ക ബാവായാൽ നിയമിതനായ ഫാദർ ജോൺ സാമുവേലിനും, ഹൈക്കു കവിതകൾ എഴുതി 12ഓളം ലോക ബുക്ക് ഓഫ് റെക്കോർഡ്സുകൾ നേടിയ ശ്രീ SP ഷിജുവിനും, കേരള സർവകലാശാല BA എക്കണോമിക്സ് പരീക്ഷയിൽ 2-ാം റാങ്ക് നേടിയ കുമാരി നേഹ എബിക്കും, പരുമല സെമിനാരിയുടെ മാനേജരായും അസിസ്റ്റന്റ് മാനേജരായും പരിശുദ്ധ കാതോലിക്ക ബാവായാൽ നിയമിതരായ ഫാദർ എൽദോസ് എലിയാസിനും ഫാദർ ഗീവർഗീസ് മാത്യുവിനും, മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും B.Ed ഫിസിക്കൽ സയൻസിൽ 10-ാം റാങ്ക് കരസ്ഥമാക്കിയ കുമാരി റിയ S. മാത്യുവിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.